ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു. നല്ല മഴയാണ്, 2-3 ദിവസമായിട്ട് പെരും മഴയാണ്. എല്ലാ ജില്ലകളിലും ഇതുപോലെ മഴയാണല്ലേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, തെന്നി വീഴാതെയും പനി പിടിക്കാതെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക, കുട്ടികളെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു സൺഡേയിലെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്നിടുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഈ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ മുകളിലത്തെ ചേർന്ന് വെള്ളം, ടെറസിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരും കേട്ടോ. അപ്പോൾ ഈ മഴക്കാലം ആകുമ്പോൾ ഇവിടെ ഭയങ്കര തെന്നലായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഇത് വൈപ്പ് ചെയ്ത് കളയാറുണ്ട് കേട്ടോ. വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും അതേപോലെ തന്നെ മഴ ചെയ്യുമ്പോൾ വെള്ളം വരും. നല്ല മഴയാണല്ലോ. മഴക്കാലത്ത് എനിക്ക് മെയിനായിട്ടുള്ളൊരു പണിയാണ് കേട്ടോ. ഇത് നല്ലോണം തെന്നുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. തെന്നി വീഴാനുള്ള സാധ്യതയൊക്കെ പെട്ടെന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വടിച്ച് കളയും കേട്ടോ. അപ്പോൾ നമ്മളിത് വടിച്ച് കളഞ്ഞു. ഇനി നമുക്ക് അവിടെ ഫ്രണ്ട് ഭാഗം കുറച്ച് ടൈലുണ്ടല്ലോ, അവിടെ തുടച്ച്, കാരണം മഴ പെയ്തിട്ട് അവിടെ അങ്ങനെ ഭയങ്കരമായിട്ട് തെന്നും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ മിറ്റമൊക്കെ നടിച്ച് വരട്ടെ. നല്ല വെള്ളമാണ്. അപ്പോൾ വെള്ളം ഒന്ന് തോർന്ന സമയത്ത് വേഗം ഞാനൊന്ന് അടിച്ച് വാരിടാമെന്ന് വിചാരിച്ചു. കുട്ടികളുടെ ഒരു ചേട്ടനും കൂടെ കടയിൽ പോയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇന്ന് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അതിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കുട്ടികൾ രണ്ടുപേരും. ചെറിയ ആൾക്ക് ഇന്ന് രാവിലെ ഒരു കറക്കമുണ്ട് കേട്ടോ, അച്ഛനോട് വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ വലിയ ആളും കൂടെ പോയി. അപ്പോൾ രണ്ടുപേരും കൂടെ പോയി സാധനമൊക്കെ മേടിച്ച് വരുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ സ്പെഷ്യൽ ഫുഡിന് ഇന്ന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് വേഗം ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിലേക്ക് അങ്ങ് കടന്നാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പാത്രങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്തൊന്ന് തുടച്ചിടുന്നുണ്ട്. ടൈലായതുകൊണ്ട് പെട്ടെന്ന് തെന്നും. അപ്പോൾ ഞാനൊന്ന് തുടച്ച് ഇടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഉണങ്ങി കിടന്നോളല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ മഴയും ഇതുപോലെ തന്നെ വെള്ളമാവും കേട്ടോ. എന്നാലൊന്ന് തുടച്ചിട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഫുഡിലേക്ക് ഇറക്കാം. സൺഡേക്കല്ലേ. അപ്പോൾ മോൾക്ക്, വലിയ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ. മോൾ കൂടുകയും ചെയ്യും കേട്ടോ എല്ലാം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ തുടച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനെന്താ സ്റ്റൗവൊക്കെ ഒന്ന് ഇന്ന് രാവിലെ നമ്മൾ ചെയ്യുമ്പോൾ തുടച്ചിടുന്നുണ്ട്. തുടച്ചിട്ടിട്ട് വേണം നമുക്ക് പണിയൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് മോളെല്ലാത്തിനും സഹായിക്കും കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് കൂടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് റെസ്റ്റ് കിട്ടുകയും ചെയ്യും. സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. യൂട്യൂബിൽ നോക്കി ഇങ്ങനെ ഉണ്ടാക്കിക്കോളും. ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ ഒരു 4ാം ക്ലാസ്സൊക്കെ തൊട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ എല്ലാ സ്പെഷ്യൽ ഫുഡുകളെല്ലാം യൂട്യൂബിൽ നോക്കി ഇങ്ങനെ പല പല വെറൈറ്റി റൈസുകളും എല്ലാം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗവൊക്കെ തുടച്ച് കഴിഞ്ഞു. ഇനി കൗണ്ടർ ടോപ്പൊക്കെ നല്ലോണം തുടച്ചിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് രാവിലത്തെ ഫുഡ് കഴിച്ചാൽ ഇത്തിരി പാത്രം കഴുകാനുണ്ട്. അധികമൊന്നുമില്ല, കുറച്ചുള്ളൂ. അതൊന്ന് കഴുകി വെക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടിച്ചു വാരലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ 2 നേരത്തേക്കും കൂടെയാണ് ഞാൻ ഈ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്കും കൂടി ആവുമല്ലോ. അപ്പോൾ നമ്മൾ ഒത്തുപിടിച്ചാൽ മലയും പോരെന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ കുട്ടികളും കൂടെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീരും. അപ്പോൾ ഇതാ അവർ സാധനമൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും ഇത്തിരി അത്യാവശ്യ പച്ചക്കറികളും ഒക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വേഗം ഒന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതെല്ലാം ഒതുങ്ങിയിരിക്കുകയും ചെയ്തോളും. പിന്നെ കേടാവാതെയൊക്കെ ഇരുന്നോളുമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ സാധനം എന്താ പച്ചമുളകാണ് ഞാൻ അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് വേഗം ഒരു ബോക്സിൽ അടച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ഞെട്ട് കളഞ്ഞ് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതെ ഇരുന്നോളുമല്ലോ. ചീഞ്ഞിന് പോലെ, പ്രത്യേകിച്ച് മഴയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പച്ചക്കറികളൊക്കെ കേടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണല്ലോ. അപ്പോൾ അങ്ങനെ ഞെട്ട് കളഞ്ഞിട്ട് ഞാനൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബോക്സിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്തെടുത്ത് ഓർഡറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പണി കൂടെ തന്നെ കഴിയുകയും ചെയ്യും. പിന്നെ അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ഇരട്ടി പണിയാണ്. അപ്പോൾ കൊണ്ടുവരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് നോക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെറുപ്പം മുതലേ ചെറിയ ചെറിയ ഫുഡുകളൊക്കെ ഉണ്ടാക്കാൻ നമ്മുടെ കൂടെ സഹായിപ്പിക്കുക, കൂടെ കൂടാൻ പറയുക, ചെറിയ ചെറിയ പണികളൊക്കെ അവർക്ക് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ക്ലീനിങ് ഒക്കെ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ ആ ചെറുപ്പം മുതലേ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് വരികയും ചെയ്യും. നമുക്കും ഒരു ഹെൽപ്ഫുള്ളാണ്. ഭാവിയിൽ അവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ചെറുപ്പം മുതലേ മടി പിടിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ വലുതാകുമ്പോഴും അത് തന്നെയായിരിക്കും അവർ പിന്തുടർന്ന് പോവുക. അത് അവർക്ക് തന്നെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറുപ്പം മുതലേ അമ്മമാർ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഇത് കണ്ടിട്ടാണ് കുട്ടികളും പഠിക്കുക. അതുകൊണ്ട് നമ്മൾ
ചെറുപ്പം മുതലേ കുട്ടികളെല്ലാം ചെയ്ത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ ചെയ്ത് ശീലിപ്പിക്കുക. നമ്മളാണ് അവരുടെ റോൾ മോഡൽ. ചെറുപ്പം മുതൽ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് അവർ പഠിക്കുക. അപ്പം നമ്മൾ മടി പിടിച്ചാണ് ഓരോ കാര്യം മടി പിടിച്ച് അങ്ങനെ ഒന്നും ചെയ്യാതെ ഇടുകയാണെങ്കിൽ കുട്ടികളും അങ്ങനെ തന്നെ ആയിപ്പോവും. അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും ഒരു ഓർഡറിലും ഒരു അറേഞ്ച്മെൻറ്റ്സിലും ഒക്കെ കാര്യങ്ങൾ ചെയ്യുക. അപ്പം അതനുസരിച്ച് കുട്ടികളെയും ചെറുതായിട്ട് ചെയ്ത് ശീലിപ്പിക്കുക. അപ്പം അവരും അതേ രീതിയിൽ ചെയ്ത് വളർന്നു വരുമ്പം അവർക്കും നല്ല ഈസി ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം അവർക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ പപ്പടവും ചല്ലാസും ഒരു ചമ്മന്തിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ സവള ഇഞ്ചിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. പിന്നെ സവളയൊക്കെ അമ്മ എനിക്ക് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ മാത്രം മതി. ചില സമയത്ത് അമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നെല്ലാം എനിക്ക് കട്ട് ചെയ്ത് തന്നു. ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ സവള ഇതെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റി അതിലേക്ക് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കുറച്ച് അധിക സമയം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ചിക്കൻ അങ്ങനെ വെളുത്ത് വരും. അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ചിക്കൻ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മസാലകളെല്ലാം അതിൽ പിടിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ചിക്കൻ നന്നായിട്ട് വെളുത്ത കളറായിട്ട് വരും കേട്ടോ. അങ്ങനെ നല്ലോണം കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് എനിക്ക് എല്ലാം അമ്മ കട്ട് ചെയ്തെന്നുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പമായിരുന്നു കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഫുഡുകളെല്ലാം ഒരിടയ്ക്ക് നിർത്തി വെച്ചിരുന്നു. കാരണം ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ ഭയങ്കര മടുപ്പല്ല. ആരെങ്കിലും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈസിയാണല്ലോ. അപ്പം ഞാൻ തക്കാളി ചേർത്തത് തൈരും ചേർത്തിട്ട് കുറച്ച് നാരങ്ങനീരും പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അതിലുള്ള വെള്ളം തന്നെ ഇറങ്ങിക്കോളും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. അതവിടെ വെന്ത് വന്നോട്ടെ. ആ സമയത്ത് നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പം ഞാൻ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും ചേർത്തിട്ട് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് സവാള ചേർത്ത് നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അരി ഇട്ട് കൊടുത്തു. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 6 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് അതവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാനിത് ആദ്യം തന്നെ കുറച്ച് സവാള ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ചെടുത്തിട്ട് ഈ ചിക്കനിലേക്ക് നല്ലോണം കൈ കൊണ്ട് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഇട്ട് നമ്മുടെ ചോറും വെന്ത് വന്നു. ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ചോറ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഈ വറുത്തെടുത്ത് സവാള പൊടിച്ച് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ലെയർ ചോറ് ചേർത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലെയറായിട്ട് അടുത്ത ചോറ് ബാക്കി ഫുള്ള് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒഴിക്കാനായിട്ട് കുറച്ച് റോസ് വാട്ടറും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി ഈ ചോറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ച ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില പുതിനയില കുറച്ച് ഗരം മസാല കുറച്ച് നെയ്യ് ഇത്രയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് ദം ചെയ്യാൻ വെക്കാം കേട്ടോ. ദം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഫോയിൽ പേപ്പറൊക്കെ പൊതിയുന്നുണ്ട്, അങ്ങനെ പൊതിയാം. അല്ലെങ്കിൽ സൈഡിൽ മൈദപ്പൊടി ഇതാക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യാം. ഞാൻ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇതെല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കാഷ്യും പിന്നെ വറുത്ത സവോളയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിക്കൈ കാണുന്ന കുഞ്ഞും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഒരു കുഞ്ഞിക്കൈയും കൂടെ അതിൻ്റെ കൂടെ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ദം ചെയ്യാനായിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 5 മിനിറ്റ് ഇരുന്നുണ്ട് അവിടെ ദമ്മാവട്ടെ. ആ സമയത്ത് ഞാൻ ചമ്മന്തി ഒക്കെ റെഡിയായി ചല്ലാസമ്മ ഉണ്ടാക്കി. സവോളയും പച്ചമുളകും തൈരൊക്കെ ചേർത്തിട്ടുണ്ടാക്കി. ഞാൻ ചമ്മന്തിയിൽ കുറച്ച് ഒരു അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നാരങ്ങ നീരും ഒക്കെ ചേർത്തിട്ട് ഞാൻ ചമ്മന്തി അരച്ചെടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിൽ സെറ്റ് ചെയ്തിട്ട് കമത്തി എടുത്തു. ഹോട്ടലിലേക്ക് ഒരു ഫീല് കിട്ടാനായിട്ട് വെറുതെ ചുമ്മാ രസം. പിന്നെ പപ്പടം അമ്മ കാച്ചിരുന്നുണ്ട്. ആ പപ്പടം വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചല്ലാസ് പിന്നെ ചമ്മന്തി ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നല്ല മഴയത്ത് ചൂടുള്ള ബിരിയാണി എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമ്മുടെ ഇന്ന് സൺഡേത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. അതെല്ലാം കഴിച്ച് കുറച്ച് സമയം ഇരുന്നതിന് ശേഷം
പിന്നെ നമ്മൾ പാത്രം ഇപ്പം ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകണ്ടേ. ആ പാത്രങ്ങളൊക്കെ ഞാൻ വേഗം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതും കഴുകിയെടുത്ത് ആ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ച് സിങ്കും ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഉറങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അടിപൊളിയായിട്ട് നമ്മുടെ ഇന്നത്തെ സൺഡേ ഒരു ഹാപ്പി സൺഡേ ആയിരുന്നു, ഒരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. ഒത്തുപിടിച്ച മലയും പോയെന്ന് പറഞ്ഞ പോലെ അമ്മ സഹായിച്ചുകൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളായി, ഭയങ്കര എളുപ്പമായി, പെട്ടെന്ന് തന്നെ പണികളെല്ലാം തീർന്നു. അങ്ങനെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് നമ്മുടെ ആ സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കൗണ്ടർ ടോപ്പ് ഒന്ന് തുടയ്ക്കണം, പിന്നെ അടുക്കള ഒന്ന് അടിച്ച് വാരണം. നമ്മൾ ഇത്രയും ചെയ്തതിന് അതിൻ്റെ പൊടികളൊക്കെ വീണിട്ടുണ്ടല്ലോ, അതൊക്കെ ചെയ്ത് ഞാൻ എന്താ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പേ പണികളെല്ലാം കഴിഞ്ഞു. ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു, ഹാപ്പി സൺഡേ ആയിരുന്നു. നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സിങ്കൊക്കെ ഒന്ന് തേച്ചിടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കനും ഒക്കെ കഴുകിയോണ്ടേ അവിടെയൊക്കെ ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ നമുക്ക് വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ട് കളയണം കേട്ടോ. അപ്പം ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം സിങ്കൊക്കെ നല്ലോണം തേച്ച് കഴുകിയിട്ട് ഞാൻ ഒരു മൾട്ടിപ്പിൾ ഒരു സൊല്യൂഷൻ ലിക്വിഡ് ഉപയോഗിക്കാറില്ലേ സ്മെല്ലിനൊക്കെ ആയിട്ട്, അതൊക്കെ ഒന്ന് നല്ലോണം ഇവിടെയൊക്കെ തേച്ച് കഴുകിയിട്ട് നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബാഡ് സ്മെല്ലൊക്കെ അങ്ങ് പൊയ്ക്കോളും. ചിക്കൻ്റെയും ബിരിയാണീൻ്റെയൊക്കെ പാത്രം കഴുകിയ ബാഡ് സ്മെല്ലെല്ലാം പൊയ്ക്കോളും. അപ്പോൾ സിങ്കൊക്കെ നല്ല അടുക്കളയിലെ ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ല സ്മെല്ലോടുകൂടി നല്ല ഇരുന്നോളും. പിന്നെ നമുക്കിനി ഈ വേസ്റ്റ് ഒന്ന് കൊണ്ട് കളയണം. അപ്പോൾ ഞാൻ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം ചട്ടിയും കൂടെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കൊന്ന് അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരം ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട്